നോക്കൂ, ഇന്നലെ 7 മണി മുതൽ 9:15 വരെ കേരളത്തിലെ എല്ലാ ന്യൂസ് ടെലിവിഷൻ ചാനലുകളും ഒരൊറ്റ തവണ ബ്രേക്ക് പോലും എടുക്കാതെ എല്ലാ പ്രൈം ടൈം പരിപാടികളും മാറ്റിവെച്ച ഒരൊറ്റ രാഷ്ട്രീയ പ്രസംഗം ലൈവ് ടെലികാസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ഇന്നേ വരെ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ തുടങ്ങി ഉമ്മൻചാണ്ടി, AK ആന്റണി, ഓരോ രാഷ്ട്രീയ നേതാവിന്റെയും പ്രസംഗം ഇങ്ങനെ 2.5 മണിക്കൂർ തത്സമയം ഒരിടവേളയും ഇല്ലാതെ സംപ്രേഷണം ചെയ്ത ചരിത്രമില്ല. പക്ഷേ ആ ചരിത്രത്തിന് ഉടമയായിരിക്കുന്നത് PV അൻവറാണ്. ഞാൻ അതിനെ കാണുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? വലിയ താല്പര്യം ആളുകളിൽ ജനറേറ്റ് ചെയ്യാൻ PV അൻവറിന് കഴിഞ്ഞിരിക്കുന്നു. വലിയ താല്പര്യം ഉണ്ടാക്കാൻ, ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനിൽ ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് സംഭവിക്കുകയാണോ? PV അൻവറും കുറച്ചാളുകളും അപ്പുറത്ത്, പിണറായി വിജയൻ അതിന്റെ ഇപ്പുറത്തെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു. ഇന്ന് ഹിന്ദുവിന് കൊടുത്തിട്ടുള്ള അഭിമുഖമൊക്കെ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അത് അഭിലാഷ്, ഞാൻ ഒരിക്കലും അതിനെ ഒരു നെഗറ്റീവിൽ പറയല്ല. അഭിലാഷ് പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടി, ഒരു അഭിപ്രായം പറയാണ്. 2.5 മണിക്കൂർ നേരം കണ്ടിന്യൂസ്, അത് കുറച്ചൊക്കെ നമ്മുടെ കച്ചവട താല്പര്യങ്ങളും ഉണ്ടല്ലോ, അത് അവിടെ ഇരിക്കട്ടെ. 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്ഥാപിത താല്പര്യക്കാർ തമ്മിലുള്ള വഴക്ക്, ഇവരുടെ കച്ചവടത്തിൽ ഇവർ തമ്മിൽ തെറ്റി. സ്വാഭാവികമായിട്ട് ഇവരുടെ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭരണപക്ഷ MLA ആയി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. ഈ ഭരണപക്ഷ MLA ആരാണെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. ഇയാൾ ലോകക്കള്ളനും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുകാരനും മതമൗലികവാദിയുമാണെന്നാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 8 വർഷം ഈ വ്യക്തിയായിരുന്നു അദ്ദേഹം കൊണ്ടു നടന്ന് പാലും തേനും കൊടുത്ത് ഒക്കെ തിരുത്തി കൊണ്ടു നടന്ന് ഒരു നിഴലായി കൊണ്ടു നടന്നിരുന്നത് ഈ കള്ളനായിരുന്നു എന്ന് അറിഞ്ഞിട്ടാണോ അദ്ദേഹം നടന്നിരുന്നത്? ഇമ്മീഡിയറ്റ്ലി ഇപ്പുറത്തെ MLA സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെ എന്താണ് പറയുന്നത്? അവരുടെ സ്വന്തം മുന്നണിയിലുണ്ടായിരുന്ന മുന്നണിയുടെ മുഖ്യമന്ത്രിക്കെതിരെ ഓം വട്ടപൂജ്യമാണ്. കള്ളക്കടത്തുകാരനായിട്ടുള്ള അജിത് കുമാറിനെ സഹായിക്കുന്ന വ്യക്തിയാണ്, കൊലപാതകിയായിട്ടുള്ള അജിത് കുമാറിനെ സഹായിക്കുന്ന വ്യക്തിയാണ്. സകലവിധ മോശത്തരങ്ങളും കേരളത്തിൽ നടമാടുന്ന എല്ലാ പ്രവർത്തികൾക്കും ചുക്കാൻ പിടിക്കുന്നതിൻ്റെ ഒരു പ്രധാനിയാണ് പിണറായി വിജയൻ എന്ന രീതിയിലാണ് അദ്ദേഹം തിരിച്ചടിക്കുന്നതും. അപ്പോൾ ഈ സ്ഥാപിത താല്പര്യക്കാർ തമ്മിലുള്ള 2 വഴക്കായിട്ട് അതിനെ കാണണം. 2, ഇവിടെ നടന്നിട്ടുള്ള കള്ളത്തരങ്ങൾ, സ്വർണ്ണ കടത്ത് പൈസകൾ, അതുപോലെ തന്നെ കള്ളപ്പണങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ദേശവിരുദ്ധ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ആ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എന്നും അതിനെ സർക്കാർ മുഖവിലക്കെടുക്കുന്നില്ല എന്നും അഭിലാഷിന് അത് ഓർമ്മയുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. BJP ഒക്കെ എത്ര വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അന്നൊക്കെ നിങ്ങൾ അതിനെ വർഗീയവാദമായിട്ട് ചിത്രീകരിച്ചു, അതിനങ്ങനെയില്ലെന്ന് പറഞ്ഞ് ചിത്രീകരിച്ചു. പക്ഷേ അവിടെ കൃത്യമായിട്ടൊരു സമൂഹത്തിനകത്ത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതെന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യം. ഞങ്ങൾ എത്രയോ കാലം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇന്ന് അൻവർ ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയപ്പെടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പണ്ട് ശംഖുമുഖത്ത് നടന്നൊരു പ്രസംഗം, എനിക്ക് തോന്നുന്നു സംഗമത്താണോ വിഴിഞ്ഞത്താണെന്ന് ഞാൻ ഒരു സംശയമുണ്ട്. VS അച്യുതാനന്ദൻ്റെ വേദിയിലിരുത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കടലിലെ വെള്ളമെടുത്ത് ബക്കറ്റിലാക്കി കഴിഞ്ഞാൽ അതിന്, ആ ശംഖുമുഖത്ത് കടലിലെ വെള്ളമെടുത്ത് ബക്കറ്റിലാക്കിയാൽ അതിൻ്റെ തിരയുണ്ടാകില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് VS അച്യുതാനന്ദനെ പുറത്താക്കുന്നതിന് വേണ്ടി ശ്രീ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തരായി നിന്നുകൊണ്ട് ഇതുപോലെയുള്ള കുറേ ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചുകൊണ്ട് അവിടെ വേറെ ചില കാസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി VS അച്യുതാനന്ദനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി VS അച്യുതാനന്ദനെ മാറ്റി ആ ആശയത്തിനെ അങ്ങ് തകർത്ത് തരിപ്പണാക്കി കളഞ്ഞ് പുതിയൊരു രീതി കൊണ്ടുവന്നു. ആ രീതി വലിയ കാലം നിന്നില്ല. അവർ തമ്മിൽ തെറ്റി. ആ തെറ്റിയതിൻ്റെ അടിസ്ഥാനമാണ് നിലമ്പൂരിൽ കാണുന്നതും കോഴിക്കോട് കാണുന്നതും ഭാവിയിലുള്ള കേരളം കാണാൻ പോകുന്നതും. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആശയത്തിന്റെ നാശമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയം ഇവിടെ നാശം എന്നുള്ളതാണ് BJP.